എല്ലാ നിയമത്തുകൾ അല്ലാഹു തആല തന്ന നിയമത്തുകളൊക്കെ നിലനിർത്തണം എന്ന് കരുതി, അതോടൊപ്പം തന്ന രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കണം എന്ന് കരുതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 11 പ്രാവശ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 21 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം, 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 ഹയ്യു യാ ഖയ്യൂം, യാ 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 റഹ്മാൻ യാ അല്ലാഹ്, 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 യാ റഹ്മാൻ യാ അല്ലാഹ്. ആ കുട്ടികളെ അവർ പിടിച്ചോ, നമുക്ക് ഇൻഷാ അല്ലാഹ് വയ്യ വായിക്കാം, ഏതായാലും ദ്വാരക്കാം അല്ലേ. അവരെ എഴുതിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് വയ്യ പിന്നീട് വായിക്കാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളോട് ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാന്. മഗ്രിബ് നിസ്കരിച്ചിടം മുതൽ നിന്റെ ഇൽമിലായി ഇവിടെ ഒരുമിച്ച് കൂടിയവരാണ് അല്ലാഹ്. ഇൽമു പറഞ്ഞ മജ്ലിസാണ് റഹ്മാന്, സ്വലാത്ത് ചൊല്ലിയ മജ്ലിസാണ് അല്ലാഹ്, നിന്റെ പേരുച്ചരിച്ച മജ്ലിസാണ് റഹ്മാന്, അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞ മജ്ലിസാണ് അല്ലാഹ്. അല്ലാഹുവേ, ശംസുൽ ഉലമയുടെ മൗലിദ് പാരായണം ചെയ്ത മജ്ലിസാണ് റഹ്മാന്,
അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാന്. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഈബത്ത് നമീമത്ത് പരദൂഷണം പല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബ്. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പൊറുത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ കടപ്പെട്ട ഞങ്ങളോട് കടപ്പെട്ടവര്, ഞങ്ങളുടെ ഭാര്യ മക്കള് ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് റഹ്മാന്. പ്രത്യേകിച്ച് ഇവിടെ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ സംഭാവന പറഞ്ഞവരുണ്ട് അല്ലാഹ്, പണമായും അരിയായും ഇറച്ചിയായും പറഞ്ഞവരുണ്ട് റഹ്മാന്. ഇതുപോലെ പല സ്റ്റേജുകളിൽ നിന്നും സദസ്സുകളിൽ നിന്നും ഞങ്ങൾ ചോദിക്കുമ്പോൾ സംഭാവന പറഞ്ഞവരുണ്ട് റബ്ബ്. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് പലരുമുണ്ട് റഹ്മാന്. അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ റഹ്മാന്. ഗഫാറായ അല്ലാഹ് നീ പൊറുക്കുമെന്ന് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മാന്. കുഫറും ശിർക്കുമല്ലാത്ത പാപങ്ങൾ പൊറുക്കുമെന്ന് നിന്റെ ഹബീബിന്റെ വാക്കിലുള്ള ആശയാണ് അല്ലാഹ്. അല്ലാഹുവേ കുഫറും ശിർക്കും ഞങ്ങൾ ചെയ്തിട്ടില്ല റഹ്മാന്, ബാക്കിയുള്ള പാപങ്ങൾ പൊറുക്കുമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ റഹ്മാന്. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഓരോ തെറ്റുകുറ്റങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വരുന്ന കറുത്ത പുള്ളികൾ നീ കരിച്ചു കളയണേ റഹ്മാന്, നീ മായ്ച്ചു കളയണേ അല്ലാഹ്. മേൽ പറയപ്പെട്ടവരുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാന്. ബിഹഖി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ വആലിഹിൽ അബ്റാർ. യാ രാജ സയ്യിദായ മാലികുൽ മുലൂകായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് നൽകിയ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മരിക്കുന്ന സെക്കൻഡ് വരെ നിലനിർത്തണേ റഹ്മാന്. ഹാർട്ട് സംബന്ധമായി, കിഡ്നി സംബന്ധമായി, പ്രഷർ സംബന്ധമായി, ക്യാൻസർ, ട്യൂമർ പോലെയുള്ള രോഗങ്ങളുള്ളവരുണ്ട് റഹ്മാന്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ശരീരത്തിന്റെ ഓരോ കൈകാലുകൾ വേദനയുള്ളവരും പ്രയാസം പറഞ്ഞവരുണ്ട് റഹ്മാന്. ആരോടും പറയാതെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയാണ് പെണ്ണ് ചെറുത് വലുത് പലരുമുണ്ട് അല്ലാഹ്. എത്രയോ ദൂരത്തു നിന്നും വന്നവരുണ്ട് റഹ്മാന്, ഈ നാട്ടിലുള്ളവരുണ്ട് അല്ലാഹ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് സ്വതക്ക നൽകിയാൽ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത വർഷത്തേക്ക് വാഗ്ദാനം ചെയ്താൽ, എന്നിട്ട് ദുആ ചെയ്യുന്നതിൽ കൂടിയാൽ എന്റെ രോഗം മാറുമെന്ന് ആശ അർപ്പിച്ചുകൊണ്ട് വന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ആശ നീ നിരാശയാക്കല്ല റഹ്മാന്, ആശ നീ പുലർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. രോഗം നൽകുന്നവൻ നീയാണല്ലോ റഹ്മാന്, അത് മാറ്റേണ്ടവനും നീ തന്നെയാണല്ലോ അല്ലാഹ്. മരുന്നും മറ്റും ഒരു കാരണം മാത്രമാണല്ലോ റഹ്മാന്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ചീരണി നീ മരുന്നാക്കണേ അല്ലാഹ്, നീ മരുന്നാക്കണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് വന്നത് നീ ഒരു നിമിത്തമാക്കണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട്, മജ്‌ലിസുൻ നൂർ ചൊല്ലിയ കാരണം കൊണ്ട്, സ്വതക്ക നൽകിയ കാരണം കൊണ്ട്, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നതിന്റെ കാരണം കൊണ്ട്, ഈ ദുആഇന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിന്റെ കാരണം കൊണ്ട്, ആരുടെയെങ്കിലും ആമീന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ വല്ല രോഗങ്ങളുടെയും അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നീ ഇല്ലാതെയാക്കണേ റഹ്മാന്. അല്ലാഹുവേ രക്തത്തിൽ വല്ല അണുക്കൾ കൂടിയാലും പ്രശ്നമാണ്, അണുക്കൾ കുറഞ്ഞാലും പ്രശ്നമാണ്, വെള്ളത്തിന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, രക്തത്തിന്റെ ഓരോ അളവുകളും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് റബ്ബേ. കൗണ്ട് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് റഹ്മാന്. ശരീരത്തിന്റെ ഓരോന്നും നീ വെച്ചതുപോലെ അല്ലാതെ വേറൊന്നും കഴിയില്ല റബ്ബേ. എത്ര വിദഗ്ധമായ ഡോക്ടർമാരാണെങ്കിലും, എത്ര വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും നീ വെച്ചതുപോലെ ആവില്ല റഹ്മാന്. നീ ഞങ്ങളുടെ ശരീരത്തിൽ നീ എങ്ങനെയാണോ വേണ്ടത്, ഏത് രൂപത്തിലാണോ വെച്ചത്, അസുഖമായ രൂപത്തിലല്ല റഹ്മാന്, നല്ല നിലക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ
വആലിഹിൽ അത്ഹാർ. യാ രാജസയ്യിദായ മാലികുൽ മുലൂകായ അല്ലാഹ്, മാറാത്ത തലവേദനയുള്ളവരുണ്ട് റഹ്മാന്, കൈകാലുകൾ വേദനയുള്ളവരുണ്ട് അല്ലാഹ്, കണ്ണുവേദനയുള്ളവരുണ്ട് റഹ്മാന്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കൊണ്ട് വെമ്പൽ കൊള്ളുന്നവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് അംഗവൈകല്യം എന്ന് പറഞ്ഞവരുണ്ട് റബ്ബ്, കണ്ണിന്റെ കാഴ്ചയില്ല എന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, കേൾവി ശക്തി കുറവാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, സംസാര ശേഷിയില്ല എന്ന് പറഞ്ഞവരുണ്ട് റബ്ബ്, അല്ലാഹുവേ വളർച്ച കുറവാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഓരോന്നും എണ്ണി പറയാൻ ഞങ്ങൾ കഴിയുന്നില്ല റഹ്മാന്. എല്ലാം അറിയുന്ന രാജാതിരാജനായ അല്ലാഹ്, നിന്റെ അടിമകളാണല്ലോ ഞങ്ങള്, ഞങ്ങളുടെ യജമാനനാണല്ലോ നീ. നിന്നോടല്ലാതെ പറയാ ഞങ്ങൾക്ക് വേറെ ഇലാഹില്ല റബ്ബേ. നിന്റെ മുന്നിലല്ലാതെ വേറൊരാളുടെ മുന്നിൽ ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല റബ്ബേ. നിനക്കാണല്ലോ ഞങ്ങൾ കടം നൽകിയത്, നിന്റെ മാർഗത്തിലാണല്ലോ ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് സംഭാവന പറഞ്ഞത്. അല്ലാഹുവേ, അതിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്കുള്ള എല്ലാ ആഫാത്തുകളെയും നീ തടയണേ അല്ലാഹ്. അല്ലാഹുവേ, ആഫാത്തുകളെ തടയാൻ സ്വതക്കൾക്ക് കഴിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, സ്വതക്ക കാരണം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആഫാത്തുകളെയും നീ തടയണേ റഹ്മാന്. കാല വിപത്തിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, കാല മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ശൈത്താൻ സംബന്ധമായി, ശീല സംബന്ധമായി, പ്രാക്കൽ സംബന്ധമായി, കണ്ണാര സംബന്ധമായുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാന്. അല്ലാഹുവേ, ഒരുപാട് ആളുകളെ ശൈത്താൻ ഇളകിക്കൊണ്ട് കണ്ടിട്ടുണ്ട് റഹ്മാന്. ചെറിയ മക്കൾ മുതൽ പ്രായമായവര് വരെ ചില സ്ഥലത്ത് മഖാമിലേക്ക് പോകുമ്പോൾ ഇളയവരെ കാണുന്നുണ്ട് അല്ലാഹ്. അവരുടെ കുടുംബക്കാര് പിറകിലൂടെ ഓടുകയാണ്. അവരങ്ങനെ ഓരോന്നും കളിച്ചുകൊണ്ട് കിടക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല റബ്ബേ. 13 വർഷത്തോളമായി ലക്ഷ്മേശ്വരത്ത് കഴിയുന്നവര് ഒരു സ്ഥലത്ത് പോയപ്പോൾ അതിന്റെ പേര് പറയുന്നു എന്ന് മാത്രം. 13 വർഷമായി അവിടെ തന്നെ സിഹർ സംബന്ധമായി പ്രയാസപ്പെടുന്നവര്, അവരൊക്കെയും പറയുമ്പോൾ ഓരോന്നും പറയുമ്പോൾ കണ്ണുനീര് വരികയാണ് റബ്ബേ. അല്ലാഹുവേ, ആ രൂപത്തിൽ ഞങ്ങളോട് പറഞ്ഞവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാക്കണേ റഹ്മാന്, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റഹ്മാന്, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കാക്കണേ അല്ലാഹ്, ഭാര്യമാരെ നീ കാക്കണേ റഹ്മാന്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ കടപ്പെട്ട് ഞങ്ങളോട് കടപ്പെട്ടവരെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഈ നാട്ടുകാര് ഭരണേ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പാപ്പയുമായി വളരെയധികം ബന്ധമുള്ള നാടാണ് റഹ്മാന്. ആ ബന്ധമാണ് ഞങ്ങളോട് കാണിക്കുന്നത് അല്ലാഹ്, ആ പിരിശമാണ് ഞങ്ങളോടുള്ളത് റഹ്മാന്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നതും ബന്ധപ്പെടുന്നതും സഹകരിക്കുന്നതും പറയുന്നതെല്ലാം ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ കുടുംബമാണെന്നുള്ള സ്നേഹമാണ് അല്ലാഹ്. അല്ലാഹുവേ, ആ സ്നേഹബന്ധം നീ നിലനിർത്തണേ അല്ലാഹ്. ആ സ്നേഹബന്ധം നിന്റെ ഹബീബിലേക്ക് എത്തുന്ന വസീലയാക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ റഹ്മാനും റഹീമുമായ മലികുൽ ജബ്ബാറായ അല്ലാഹ്. മാതാപിതാക്കളുടെ പ്രയാസം പറയുന്ന മക്കളുണ്ട് റഹ്മാന്, മക്കളുടെ പ്രയാസം പറയുന്ന മാതാപിതാക്കളുണ്ട് അല്ലാഹ്. ഭാര്യമാരുടെ പ്രയാസം പറയുന്ന ഭർത്താക്കന്മാരുണ്ട് റഹ്മാന്, ഭർത്താക്കന്മാരുടെ പ്രയാസം പറയുന്ന ഭാര്യമാരുണ്ട് റഹ്മാന്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്, നീ മാറ്റിത്തരണേ റഹ്മാന്. റഹ്മാനും റഹീമുമായ മലികുൽ ജബ്ബാറായ അല്ലാഹ്. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ, നീ സ്വാലിഹായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാന്. അല്ലാഹുവേ, ചുരുങ്ങിയ ആളുകളാണെങ്കിലും പാവപ്പെട്ട നാടാണെങ്കിലും പാവപ്പെട്ട ആളുകളാണെങ്കിലും കഴിഞ്ഞ വർഷം നൽകിയതിനേക്കാളും കൂടുതൽ ഈ വർഷം നൽകിയിട്ടുണ്ടല്ലോ അല്ലാഹ്. 70 കിലോ കഴിഞ്ഞ കൊല്ലം ഇറച്ചു കൊടുക്കുമ്പോൾ ഈ വർഷം 78 കിലോന് കൊടുത്തിട്ടുണ്ടല്ലോ റഹ്മാന്. നിനക്ക് തരുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല അല്ലാഹ്. അധികമാണ് നൽകിയത് റഹ്മാന്. അതിന്റെ കാരണം കൊണ്ട് റഹ്മാനായ അല്ലാഹ് അവരുടെ കൃഷിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഏർപ്പാടുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ശരീരത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആ ശരീരത്തിന് വല്ല
തകരാറും വന്നാൽ, അസുഖം വന്നാൽ, ചൂഷണം ചെയ്യുന്ന ഡോക്ടർമാരരികിലേക്ക് കൊണ്ടുപോയാൽ ലക്ഷക്കണക്കിനാണ് പണം ചോദിക്കുന്നത് റബ്ബേ. ലക്ഷത്തിനൊരു വിലയുമില്ല റബ്ബേ. അവരുടെ മുതലിനെ നീ കാക്കണേ അല്ലാ. നിനക്ക് കടം തന്നതിന്റെ കാരണം കൊണ്ട്, നിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകിയതിന്റെ കാരണം കൊണ്ട്, ബദരീങ്ങളുടെ പേരിൽ കൊടുത്തതിന്റെ കാരണം കൊണ്ട്, നിന്റെ ഔലിയാക്കന്മാരുടെ പേരിൽ നൽകിയതിന്റെ കാരണം കൊണ്ട്, ഈ തണുപ്പുള്ള രാത്രിയിൽ ഇവരൊരുമിച്ച് കൂടിയ വിശ്വാസികളാണ് അല്ലാഹ്. ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ല റബ്ബേ, പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല റബ്ബേ, ഈ സദസ്സിൽ ഇരുന്നാൽ കാര്യം പൂർത്തിയാകും എന്ന ലക്ഷ്യം മാത്രമാണ് അല്ലാഹ്. നാളെ കബറിൽ ആരാരുമില്ലാത്ത കബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഒരു രക്ഷയ്ക്ക് ഇതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. മരണപ്പെട്ടു പോയവരുടെ പേരിൽ സ്വതക്ക നൽകിയവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. വിശാലമുള്ള ഖബറാക്കണേ അല്ലാഹ്. നേരം പോക്കാക്കുന്ന ഖബറാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ ബസ് സ്റ്റോപ്പിൽ വെച്ചുകൊണ്ട് മരിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ റോഡിന്റെ സൈഡിൽ വെച്ചുകൊണ്ട് മരിപ്പിക്കല്ല അല്ലാഹ്. ആളുകൾ നോക്കിയിട്ട് മോശം എന്ന് പറയുന്ന മയ്യത്താക്കല്ല റബ്ബേ. ആളുകൾ നോക്കി നല്ലത് പറയിപ്പിക്കണേ അല്ലാഹ്. ചിരിച്ചുകൊണ്ട് മരിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ഹക്ക് ബാക്കിയാക്കി ഞങ്ങൾ റൂഹിനെ നീ പിടിക്കല്ല റഹ്മാന്. ജനങ്ങളുടെ ഹക്ക് ബാക്കിയാക്കി റൂഹിനെ നീ പിടിക്കല്ല അല്ലാഹ്. എല്ലാ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട്, എല്ലാ ബാധ്യതകളും പൂർത്തിയാക്കിക്കൊണ്ട് അല്ലാഹുവേ നിന്നിലേക്ക് സന്തോഷത്തോടെ വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട സമയത്ത്, നീ പൊരുത്തപ്പെട്ട സമയത്ത്, നീ പൊരുത്തപ്പെട്ട അമലിലായി, നീ ഇഷ്ടപ്പെട്ട അമലിലായി ഞങ്ങൾ റൂഹിനെ നീ പിടിക്കണേ അല്ലാഹ്. ഒരു ഉമ്മ മരണപ്പെട്ടു പോകുമ്പോൾ ഇവിടത്തേക്ക് സംഭാവന പറഞ്ഞുകൊണ്ട് കെട്ടിയിട്ട് വെച്ചിട്ടാണ് മരണപ്പെട്ടു പോയത്. നല്ല ഒരു സൂചനയായിട്ടാണ് തോന്നുന്നത് റബ്ബേ. ഞങ്ങളുടെ ആശ നീ നിരാശയാക്കല്ല അല്ലാഹ്. ആ ഉമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് സഹോദരന്മാര് ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടി, ജ്യേഷ്ഠന്മാർക്ക് വേണ്ടി, അനുജന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് റഹ്മാന്. സ്വതക്ക നൽകിയിട്ടുണ്ട് റബ്ബേ. അവരുടെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. ശാലമുള്ള ഖബറാക്കണേ അല്ലാഹ്. നേരം പോക്കാക്കുന്ന ഖബറാക്കണേ അല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചവര്, മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ചവര്, SKSF-ന് വേണ്ടി സഹായിക്കുന്നവര്, സമസ്തക്ക് വേണ്ടി സഹായിക്കുന്നവര്, ഈ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ വർഷം, ഈ വർഷത്തേക്കും, ഈ വർഷം അടുത്ത വർഷത്തേക്കും പറഞ്ഞവര്, അല്ലാഹുവേ ഇതിനു വേണ്ടി ഒത്താശ ചെയ്ത ചെറുപ്പക്കാര്, ഇതിനു വേണ്ടി ഓടിച്ചാടി നടന്ന പ്രവർത്തകന്മാര്, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പണം നൽകിയവരുണ്ട് റഹ്മാന്. നല്ല വാക്കുകൾ പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഇത്തരം പരിപാടികൾ വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചവരുണ്ട് അല്ലാഹ്. ഏതെല്ലാം നിനക്ക് സഹായിച്ചവരുണ്ട് അവരെ നീ സഹായിക്കണേ അല്ലാഹ്. വർഷം തോറും ഇതുപോലെ ഒരുമിച്ച് കൂടി തൗബ ചെയ്ത് പിരിയുന്ന സദസ്സാണ് റഹ്മാന്. അല്ലാഹുവേ വേറൊന്നും ലക്ഷ്യമല്ല റബ്ബേ. പണമുണ്ടാക്കലല്ല കമ്മിറ്റിക്കാരുടെ ലക്ഷ്യം റഹ്മാന്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പണമുണ്ടാക്കുന്ന പ്രഭാഷകന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ആത്മീയമായ ഒരു സംഗമം ഉണ്ടാക്കുക, അടുത്ത വർഷം നിലനിൽക്കാൻ വേണ്ടി, അതിനു വേണ്ടി വല്ലതും ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് അല്ലാഹ്. അല്ലാഹുവേ ഇവിടുത്തെ SKSF-ന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, അവരുള്ള ചെറുപ്പക്കാര്, എന്ത് പറയുമ്പോഴും അത് അപ്പടി തന്നെ സ്വീകരിക്കുന്നവര്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ മരിച്ചു കഴിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഹബീബിന്റെ കാവൽ നീ നൽകണേ റഹ്മാന്. നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ വിദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. വിദേശത്ത് എന്ന് പറയുമ്പോൾ ഗൾഫ് മാത്രമല്ല, ബാംഗ്ലൂരിൽ പോയവര്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും സ്ഥലം വിട്ടുകൊണ്ട് ജോലിക്ക് പോയവരുണ്ട് റബ്ബേ. ഇതിനെ വെച്ചുകൊണ്ട് പരിപാടിക്ക് വേണ്ടി സംഭാവന പറഞ്ഞവരുണ്ട് അല്ലാഹ്.
അല്ലാഹുവേ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ജോലിയിലും ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും നീ ഖൈറും ബറക്കത്തും നീ നൽകണേ റഹ്മാനേ. بحق سيدنا مصطفى محمد وآل سيدنا مصطفى محمد أصحاب سيدنا مصطفى محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പെണ്ണുങ്ങളെ ഭാഗത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്തവർ സാറമ്മ കണ്ണടക്കുമേർ 50 രൂപ, ആയിഷ മരിയം 313, ഫൈസൽ സോമ്പാടി 313, മുഹമ്മദ് ഹാഫിൽ അബാബിൽ 313, അമീദ് പറഞ്ഞ 2000 രൂപ, സഫാന കുംഭമൂല 313, അഫ്രാസ് കുംഭമൂല 313, സമദ് കുംഭമൂല 111, ഷൈമ കുംഭമൂല 113.